ധ്യാനയോഗം. ജഗദീഷ് സ്വാമി ഒന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ എത്രയോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് സ്വാമി. നമ്മുടെ ഈ ആദ്യം മതങ്ങളിൽ നിന്ന് തുടങ്ങും. ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം മതമുണ്ട്, ഇപ്പൊ പാർസി എടുത്താലും ശരി, ബുദ്ധമതം എടുത്താലും ശരി, ജൈനമതം എടുത്താലും ശരി, ഹിന്ദുമതം എടുത്താലും ശരി, ക്രിസ്തു മതം എടുത്താലും ശരി, ഇസ്ലാം മതം എടുത്താലും ശരി, എന്ന് വേണ്ട ഏനി മതങ്ങൾ അത്രയുമേ ഒരു കാര്യമേ പറയുന്നു. കുണ്ടലിനി എന്ന ശക്തിയെ ബ്രഹ്മരന്ധയിൽ കൊണ്ട് എത്തിക്കുക. അതിനാണ് ഈ പാടെല്ലാം പെടുന്നത്, മതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ജനങ്ങൾക്ക് അത് മറന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ, അവർ വീണ്ടും മതങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും വഴക്കും വയ്യാവേലിയും ഒക്കെ വരുന്നത്. അത് വേറെ ആ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുന്നില്ല. അപ്പം മെഡിറ്റേഷന്റെ മീനിങ്, ധ്യാനം എന്നാല് കുണ്ടലിനി ഉണർത്തലാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. അപ്പം ഈ പോയിന്റാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ കുണ്ടലിനി എങ്ങനെ ഉണർത്താം എന്നുള്ളതിലാണ് അടുത്ത ഭാഗം. കുണ്ടലിനി ഉണർത്താൻ നമ്മൾ മതങ്ങൾ വഴി പോവുകയാണെങ്കിൽ 4 സ്റ്റേജസ് എന്ന് പറയുന്നത്, 4 നിലയെ പറയുന്നു. അതിൽ ഒന്ന് വന്നിട്ട് ഭക്തി, യോഗം, അടുത്ത കർമ്മം, അടുത്ത ജ്ഞാനം. ഈ 4 നിലയിൽ കൂടിയും നമുക്ക് കുണ്ടലിനി ഉണർത്താം. എന്നാൽ നമുക്ക് കൃഷ്ണന്റെ വഴിയിൽ വരികയാണെങ്കിൽ അദ്ദേഹം ഗീതയിൽ തന്നെ പറയുന്ന ഒരു ഭാഗം, ഒരു ഭക്തനെക്കാട്ടിലും, ഒരു തപസ്വിയെക്കാട്ടിലും, ഒരു ജ്ഞാനിയെക്കാട്ടിലും യോഗി ശ്രേഷ്ഠൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, യോഗിയാണ്. നമ്മളെല്ലാം യോഗിമാരാണ്. അപ്പൊ നമ്മളെല്ലാം എത്രയോ ഉയർന്ന പടികളിലാണ് എത്തിയിട്ടുള്ളത്. അത് ഭഗവാൻ കൃഷ്ണനിൽ കൂടി നമ്മൾ മനസ്സിലാക്കി. ഇന്ന് കാണുന്ന ഛോട്ട യോഗമൊന്നും യോഗയല്ല. ആ യോഗാന്നും ഈ യോഗാന്നും പലതും പറഞ്ഞൊക്കെ പറയുന്നതൊന്നും യോഗയേ അല്ല. കാരണം അതെല്ലാം ഓൺലി ധാരണ ടെക്നിക്സ് എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം വെറും ധാരണ ടെക്നിക്സ്. ധാരണ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാഹാരം ധാരണ. ഇതിനപ്പുറം അവർ പോകുന്നില്ല. കാരണം അവരൊരു ഭാവന ഉണ്ടാക്കി ആ ഭാവനയിൽ കൂടി സഞ്ചരിക്കുക. ആത്മീയം ഭാവനയല്ല, ഭാവനയ്ക്ക് അതീതമാണ്. അതുകൊണ്ടാണ് ഭാവാതീതം എന്നതിന് പേര്. അപ്പൊ ആ ഭാവാതീത നിലയിൽ എത്തണമെങ്കിൽ നമുക്ക് ഭാവന എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിനപ്പുറം നമുക്ക് എത്താനാണ്. കാരണം ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്, അല്ലാതെ ഗാഡ് റിയലൈസേഷൻ അല്ല. സെൽഫ് റിയലൈസ്ഡ് ആകുമ്പോൾ ഈശ്വരനുമായിട്ട് താതാത്മ്യം ആയിക്കോളും. അപ്പൊ നമ്മളിവിടെ സാധാരണ ആൾക്കാർ പഠിച്ചു വന്നത് ദൈവത്തിനെ കാണണം, ദൈവത്തിനെ എന്തൊക്കെ ചെയ്യണം, ദൈവത്തിനെ പിടിച്ചു കെട്ടണം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ആക്ച്വലി അതൊന്നും അല്ല. സെൽഫിനെ റിയലൈസ് ചെയ്യണം. സെൽഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്നു, ടോട്ടൽ മൈൻഡാണ് സെൽഫ്. അതിനൊരു മൈൻഡ് നമ്മുടെ പേരിട്ട് ഞാൻ കാണാം, ബോധം എന്ന് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോളും, ബോധം എന്ന് എഴുതിക്കോളും. അപ്പം ആ ബോധത്തിന്റെ എക്സ്പാൻഷനാണ് സാക്ഷാത്കാരം. ആ ബോധത്തിന്റെ എക്സ്പാൻഷൻ എങ്ങനെ വരുന്നത്, അങ്ങനെ ബോധം വലുതായി വരുന്നതല്ല എൻ്റെ മീനിങ്. അതായത് പാർഷ്യൽ മൈൻഡ് ആ ബോധത്തിൽ പോയി ലയിക്കലാണ്. ലയിച്ച് ബോധം മാത്രം നിലവിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമുക്ക് ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും എളിയ മാർഗം, അപ്പം 3 മാർഗങ്ങളാണ് ഇനി ചുരുക്കി പറയുന്നത്. 3 മാർഗത്തിൽ കൂടി നമുക്ക് ഈശ്വരനെ, ആ ബ്രഹ്മത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ മൈൻഡിനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്ന് വന്നിട്ട് ഭക്തി, അടുത്തത് കർമ്മം, അടുത്തത് യോഗം. അപ്പൊ കർമ്മത്തിൽ കൂടി നിങ്ങൾക്ക് ഒരിക്കലും വലിയതായിട്ടൊന്നും വരാൻ പറ്റില്ല. കാരണം കലിയുഗത്തില് കർമ്മങ്ങളെ കുറച്ച് കൊണ്ടുവന്ന് ശൂന്യാവസ്ഥയിൽ കൊണ്ട് എത്തിക്കാൻ കലിയുഗത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് അത് ആ ചാപ്റ്റർ ക്ലോസ്, എടുത്തൂടെ കളയാം. പിന്നെ 2 ഭാഗമുണ്ട്, ഭക്തിയുമുണ്ട് യോഗയുമുണ്ട്. അപ്പം ഭക്തി മാർഗത്തിൽ പോയാലും നിങ്ങൾക്ക് ആ ബ്രഹ്മത്തിലേക്ക്, അതായത് ഈ കുണ്ടലിനെ ഉണർത്താൻ സാധിക്കും. യോഗമാർഗത്തിൽ പോയാലും കുണ്ടലിനെ ഉണർത്താൻ സാധിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ശ്രേഷ്ഠം? അപ്പം ഇതില് മറാഠിയിൽ ജ്ഞാനേശ്വർ മഹാരാജ് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഭക്തിയോട് യോഗയായാൽ എളുപ്പം നമുക്ക് സാധിക്കും. അതിൽ ബാബാജി പറയുന്നത്
തനി യോഗ. കാരണം അവിടെ വന്നിട്ട് ഭക്തിയോ ഒന്നും അവിടെ അദ്ദേഹം കലർത്തി കൊടുത്തിട്ടേ ഇല്ല. ഉള്ളി യോഗ. ആ യോഗയിൽ കൂടി നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം യോഗയില് കൂടി എന്താണ് സാധിക്കുന്നത്? അവിടെയാണ് പ്രധാന കാര്യം. നമ്മളുടെ പ്രാണൻ മൂലാധാരത്തിലിരിക്കുന്ന പ്രാണശക്തിയെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ ചക്രങ്ങൾ വഴി നേരെ ബ്രഹ്മരന്ധയിൽ കൊണ്ടെത്തിച്ച് അതിൽ നമ്മുടെ ശൂന്യമാകലാണ്, അത് ഇല്ലാതെയാകലാണ് യഥാർത്ഥ യോഗ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മുടെ ക്രിയായോഗ എല്ലാം വരുന്നത്. ശരി, ഇനി അടുത്തത് ഈ മെഡിറ്റേഷൻ ടെക്നിക്കിൽ എത്ര ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, അതാണ് ഇതിനുള്ള കാര്യങ്ങൾ. മെഡിറ്റേഷൻ വന്നിട്ട് 1.25 കോടി ലയമാണ് ഭഗവാൻ ശിവൻ പറഞ്ഞിട്ടുള്ളത്. 1.25 കോടി ലയം. എന്നിട്ട് അതിനും അദ്ദേഹം വീണ്ടും തിരിച്ചു പറഞ്ഞു, ആ 1.25 കോടി ലയത്തിൽ 112 ലയമാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറയും. അപ്പൊ 112 പോയിട്ട് അടുത്തത് പറഞ്ഞ എന്താണ്? അതിലും ഏറ്റവും ശ്രേഷ്ഠം അല്ലയോ പാർവതി, എനിക്ക് ഒന്നേ ഉള്ളൂ, അതാണ് നാദാനുസന്ധാനം. നാദത്തിൽ ശ്രദ്ധിക്കാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാദത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും അവിടെ ഓക്കെ ആയി കഴിഞ്ഞു. അവിടെ ഈശ്വരന്റെ പ്രണിധാനം വന്നു. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ധ്യാനത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ വന്നിട്ട് ആ ഈശ്വരനുമായിട്ട് ഐക്യമാകും. ഈ 3 കാര്യങ്ങൾ ഒന്നും നമുക്ക് അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് യോഗയിലെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് നാദയോഗം, നാദത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ നാദത്തിൽ ശ്രദ്ധിച്ച് ആ ലെവലിൽ എത്തുക. പിന്നെ ഇത് എന്ത് ശ്രദ്ധിച്ചാലും നമ്മുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കുണ്ടലിനിയെ മുകളിലോട്ട് കൊണ്ടുവരലാണ് യോഗ. പിന്നെ ഇതിന് വളരെ രസം എന്ന് പറയുന്നത് അവിടെ ഒരു 2 കാര്യമുണ്ട്. ഒന്ന് കൃപയുണ്ട്, രണ്ടാമത് സാധനയാണ്. അപ്പൊ കൃപയിൽ കൂടി നിങ്ങൾക്ക് ഈസിയായിട്ട് കുണ്ടലിനി വളർത്താൻ സാധിക്കും. അത് ഇന്ന കലിയുഗത്തിൽ അങ്ങനെ ആളോ നിൽക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗുരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡില് കുണ്ടലിനി ഉണർന്ന് പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴേ ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസനോടുകൂടി, അല്ലെങ്കിൽ യോഹാനന്ദ പരമഹംസൻ, പിന്നെ ഇവരോട് കൂടിയൊക്കെ അത് തീർന്നു. ഇപ്പോഴും ഞാൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പ്രയത്നിച്ച് നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യാം, വളരെ എളുപ്പമാണ്. അതിന് പ്രധാനമായി നമ്മുടെ എന്ത് ചെയ്യുക? ക്രിയായോഗ കറക്റ്റായി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ധ്യാനത്തിലേക്ക് പോകണം. ഇനി അടുത്തത് ധ്യാനം എന്നാലും അടുത്ത ചോദ്യം. അപ്പം ധ്യാനത്തിലേക്ക് വരുമ്പം ബാബാജിയുടെ ധ്യാനം കംപ്ലീറ്റ് സഗുണമല്ല, നിർഗുണ ധ്യാനമാണ്. എന്നാൽ നമുക്ക് സഗുണ ധ്യാനവും നിർഗുണ ധ്യാനവും 2 ധ്യാനമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രത്യാഹാരം. നമ്മുടെ പ്രത്യാഹാരത്തിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ധാരണയെക്കുറിച്ച് മനസ്സിലാക്കൂ. ധാരണയിൽ കൂടി മാത്രമേ ധ്യാനത്തിലേക്ക് പോകാനാണ്. അപ്പൊ പ്രത്യാഹാരം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. പ്രത്യാഹാരം എന്ന് പറയുന്നത് ഉൾവലിയുക എന്നർത്ഥം, വേറെ ഒന്നുമേ അല്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ വെളിയിൽ വ്യാപരിച്ചിരിക്കുന്ന മനസ്സിനെ ഉൾവലിയുക. ഉൾവലിയുക എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വന്നിട്ട് ഈ സുഷുമ്നയാണ് ബാബാജി പറഞ്ഞത്. സുഷുമ്നയിൽ കൂടി നീ എന്താണ് മനസ്സിനെ ഓട്ടിക്കുകയാണെങ്കിൽ നീ ഉൾവലിഞ്ഞു. അപ്പൊ നിങ്ങളുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം കട്ടാകാൻ തുടങ്ങും. അതായത് ഹാർട്ട്, ലിവർ, ലങ്സ്, ഇതെന്നുള്ള എല്ലാം നമുക്ക് കട്ടാകും. അതപ്പോൾ ആ ഉൾവലിഞ്ഞ് വരുന്ന ഒരു പ്രത്യാഹാരം ആണ് അടുത്ത ധാരണയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ധാരണ എന്ന് പറയുന്നത് അദ്ദേഹം മീൻ ചെയ്യുന്നത് മിഡ് പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ബാബാജിയുടെ ക്രിയായോഗ, ഓരോ യോഗയിലും ഞാൻ പറഞ്ഞു. അപ്പം അതിനെന്താണ്? അപ്പം അദ്ദേഹം ഭ്രൂമധ്യ ധ്യാനം കൊടുത്തു, സാംഭവി ധ്യാനം. അപ്പോൾ സാംഭവി ധ്യാനത്തിന്റെ മീനിങ് എന്താണ്? ഇവിടെ നിങ്ങൾ പ്രയത്നിക്കാതെ പ്രയത്നിക്കുക, അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. പ്രയത്നിക്കാതെ പ്രയത്നിക്കുക, അതെങ്ങനെയാണ്? അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന അനുഭവത്തിൽ കൂടി, അനുഭവം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ നാദമാണ് ഇവിടുത്തെ അനുഭവം, സൗണ്ട്. അപ്പൊ സൗണ്ടിൽ കൂടി ആ സൗണ്ടിനെ നിങ്ങളുടെ കേന്ദ്രീകരിച്ചു നിങ്ങളുടെ നേരെ എന്ത് ചെയ്യണം? ആ ബ്രഹ്മപദത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതാണ് ദാഹത്തിന്റെ ഒരു ഭാഗം. പിന്നെ ഭക്തിയോഗത്തിലേക്ക് നമ്മളിവിടെ വരുന്നില്ല. ഭക്തിയോഗത്തിൽ വരികയാണെങ്കിൽ നിനക്ക് ഭാവസമാധി, ഭാവാദ സമാധി എന്നുള്ള കുറെ ടെക്നിക്സ് എല്ലാം ഉണ്ട്.
ആ വഴിയിലേക്ക് ഞാൻ ഇപ്പം വരുന്നില്ല. കാരണം നിറയെ ക്ലാസ്സുകളൊക്കെ കൊടുത്തതുകൊണ്ട് ആ ഭാഗത്ത് വരുന്നില്ല. അപ്പം നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് എന്തിനാണ്? കേവല കുംഭകം സൃഷ്ടിക്കാനാണ് ധ്യാനം. ആ കേവല കുംഭകം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കറക്റ്റ് പ്രത്യാഹാരം, നമ്മുടെ ധാരണ, ധ്യാനം, ഈ 3 കാര്യങ്ങൾ അവിടെ വരണം. അപ്പം ഇത് മനസ്സിലാക്കി വേണം സാധന ചെയ്യാൻ. അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യുന്നത് ധാരണയാണെന്നാണ് പറയുന്നത് സ്വാമി. നമ്മളിപ്പോ ഈ ക്രിയ ചെയ്തതിനു ശേഷം ഇപ്പോൾ നിങ്ങളുടെ അതെ, ക്രിയ ചെയ്തതിനു ശേഷം നിങ്ങളുടെ നാദം ലയിക്കുന്നതും ധാരണയാണ്. അതെ. എന്നാൽ അത് ധ്യാനത്തിലേക്ക് കൊണ്ടുവിടുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് നിൽക്കും, ബ്രീത്ത്ലെസ് സ്റ്റേജ് ഉണ്ട്. കേവല കുംഭകം എന്ന് പറയും. കേവല കുംഭകം എപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായോ ആ സെക്കൻഡിൽ നിന്നാണ് ധ്യാനം തുടങ്ങുന്നത്. അതുവരയ്ക്ക് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം മന്ത്രസാധനം. ഇപ്പൊ ജപസിദ്ധന്മാരാണ് രാമകൃഷ്ണ പരമഹംസർ, ഇങ്ങനെയുള്ള ആൾക്കാർ. അദ്ദേഹത്തിന് കാളിയുടെ നാമം അല്ലെങ്കിൽ പിന്നെ തോതാപുരി പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രം. അപ്പൊ അദ്ദേഹം തോതാപുരി പറഞ്ഞു കൊടുത്ത മന്ത്രം രാമമന്ത്രമാണ്. അപ്പൊ രാമമന്ത്രം അദ്ദേഹം ജപിച്ച് 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 വരുന്ന സമയത്ത് പുള്ളിയെ അറിയാതെ തന്നെ പുള്ളി എന്ത് ചെയ്ത, പുള്ളിയുടെ ഇത് കേവല കുംഭകം പുള്ളിക്ക് ഫാമായി. അത് കാരണം പുള്ളി കയ്യിലും സാധന ചെയ്തതുകൊണ്ട്. എന്നാൽ ഇതേ സാധനയെ തോതാപുരി ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചാൽ 48 വർഷം കാത്തിരിക്കേണ്ടി. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ 48 വർഷം അദ്ദേഹം ഈ സാധനയിൽ കൂടി ഒരു നിർവികൽപ്പ സമാധി നേടിയത് നമ്മുടെ രാമകൃഷ്ണ പരമഹംസൻ ഒരു മിനിറ്റ് കൊണ്ട് നേടി. അത് എന്തുകൊണ്ട് സംഭവിച്ചു പറഞ്ഞാൽ രാമകൃഷ്ണ പരമഹംസൻ പല സാധനങ്ങളും പ്രാക്ടീസ് ചെയ്ത് 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 പുള്ളി അറിയാതെ തന്നെ കേവല കുംഭം പുള്ളിക്ക് ഫാം ചെയ്തത്. അതാണ് പുള്ളി അത് അറ്റൻഡ് ചെയ്യിച്ചത്. ഇവിടെ നമ്മുടെ പ്രാണായാമത്തിന്റെ ഉദ്ദേശം തന്നെ കേവല കുംഭം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ അതിന് സദാശിവ ബ്രഹ്മം ഫസ്റ്റിലെ പറയുന്ന ഭാഗം അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ആദ്യ കേവല കുംഭം ഏതെങ്കിലും ഒരു വിധത്തിൽ ഉണ്ടാക്കിയത്. കേവല കുംഭം ഉണ്ടാക്കിയതിന് ശേഷമേ നിങ്ങൾക്ക് കുണ്ടലിനിൽ നിന്ന് വന്ന സാധനം നിങ്ങൾക്ക് ഉണരുള്ളൂ. അപ്പൊ അത് ഉണർന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം. സ്വാമി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ സ്വാമി പറഞ്ഞു, പിന്നെ നമ്മള് ബ്രെയിനിൽ നമ്മളൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, പിന്നെ അത് ചെകുത്തി എടുക്കുമ്പോഴാണ് അത് കർമ്മ അല്ലെങ്കിൽ ആക്ടിവിറ്റി ആകുന്നത്, അല്ലേ? അതെ. അപ്പോ അതിന്റെ ഒരു ചോദ്യം, ഇപ്പോ ഞാനൊരു സില്ലി ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടപ്പോ അതങ്ങ് കഴിഞ്ഞു, അല്ലെങ്കിൽ രജനീകാന്തിന്റെ സിനിമ വന്ന് ഞാൻ ഒരു ഉദാഹരണം എടുക്കാം. അപ്പൊ അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്തോ അടിപിടിയോ എന്തോ മോശം കാര്യം കണ്ടു. അപ്പൊ നമ്മൾ സിനിമ പോലെ മനസ്സിൽ കാണുന്നു, ഞാൻ അതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ അത് നമുക്ക് ശരിക്കും ഒരു കർമ്മം ഉണ്ടാക്കും, അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാല്? ഉണ്ടാകും. കാരണം നമ്മൾ ആ സിനിമ കണ്ടല്ലോ. അപ്പൊ സിനിമ കണ്ടതോടുകൂടി ബ്രെയിൻ ഇത് സ്റ്റോർ ചെയ്യും. അപ്പൊ നിങ്ങളുടെ അറിയാതെ തന്നെ ബ്രെയിൻ സ്റ്റോർ ചെയ്യും. കാരണം ഇത് യോഗിമാര് പറയുന്നത്, സാധന ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ അപ്പോഴത് സ്റ്റോർ ചെയ്തെടുത്ത് ദൂരെ കളയും. ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റോർ ചെയ്തത് അത് എടുത്ത് കളയണമെങ്കിൽ കുറഞ്ഞ് 2-3 മാസങ്ങളൊക്കെ കഴിയും. അപ്പം അത് അങ്ങനെ പെട്ടെന്ന് അത് വെളിയിൽ ചാടും. വെളിയിൽ ചാടുന്നത് വന്നാൽ നിങ്ങൾക്ക് വേറൊരു ഫാമിൽ കൂടിയാണ് അത് വെളിയിൽ ചാടുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഇപ്പം സ്വാമി പറഞ്ഞ പോലെ, അപ്പം രജനീകാന്തിന്റെ ഒരു ആക്ട് കണ്ടിട്ട് ഇതുപോലെ എനിക്ക് ആയെങ്കിൽ മതി എന്നുള്ളത് ഫീലിംഗ് സ്വാമിക്ക് വരും. അപ്പൊ അത് ഫീലിംഗ് വരുന്ന സംഭവം എന്ന് പറയുന്നത് നേരത്തെ സ്റ്റോർ ചെയ്തതിന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം, രജനീകാന്തിനെ കുറിച്ചോ ആ സിനിമയെ കുറിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീലിംഗ് വരുമോ? ഇല്ല. അല്ലേ? എന്തുകൊണ്ട് വന്നില്ല? നിങ്ങൾ കാണാത്തോണ്ടാണ് വരാത്തത്. അപ്പൊ ഇതെന്തെന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിനുള്ള കുഴപ്പമെന്ന് പറയുന്നത് സ്വീകരിച്ചിട്ട് അത് പെട്ടെന്ന് വന്നിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, വെളിയിൽ കളയുന്നില്ല. അപ്പൊ റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് അതിന് ഒരു 2-3 മാസം കഴിയുമ്പോൾ വരും. ആ സമയം ഇത് വെളിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. ആ പോകുന്ന സമയം നമ്മൾ കയറി അള്ളിപ്പിടിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. നമ്മൾ വീണ്ടും ഒരു മോൾഡ് ഫാം ചെയ്യാനുണ്ട്. അപ്പൊ ആ മോൾഡ് ഫാം, ഇപ്പൊ ഒരു ഉദാഹരണം, രജനീകാന്തിനെ പോലെ എനിക്ക് ഒരു സ്റ്റൈൽ ഇത് ആക്ട് ചെയ്തെങ്കിൽ നന്നായിരിക്കുന്ന ഒരു ഫീലിംഗ് വന്നത് ഒരു മോൾഡ് ഫാം ചെയ്യലാണ്. അപ്പൊ ആ മോൾഡ് ഫാം ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ദിവസം രജനീകാന്ത് ആയതിനു ശേഷമേ ഇത് തിരിച്ചു പോകാനൊക്കെ. ഇതാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്.
അതെ, അതാണ് ചോദിച്ചത്. അതെ, ഇന്നലെ അതെ, പറഞ്ഞപ്പോഴാ മനസ്സിലായത്. നമ്മൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ കണ്ടു കളഞ്ഞു, അവരുടെ ജോലി തീർന്നു. ഇപ്പൊ നല്ലൊരു പാട്ട്, ഇപ്പൊ ഉം. യേശുദാസ് ആകണം എത്ര പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവര് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ദിവസം യേശുദാസ് ആയതിനു ശേഷമേ അവർ രക്ഷപ്പെടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ നമ്മൾ ക്രിയ ചെയ്തുകൊണ്ട് അത് പോയി പോവോ? ഇപ്പം അത് ഇപ്പം പോവും, അത് ലാരി മാഷ നാച്ചുറലായി പോവും. പറഞ്ഞിട്ട് അതെ, ആ, അത് ഓക്കെ. കാരണം ഈ ബ്രെയിനിലുള്ളത് നമ്മുടെ ഈ പ്രാണസഞ്ചാരം നടന്ന് വരുന്ന സമയത്ത് അവിടെ വന്നിട്ട് പ്രസന്റ് ലിവിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ വരുന്നില്ല, പാസ്റ്റിലേക്ക് നമ്മൾ വരുന്നില്ല. അപ്പൊ ആക്ച്വൽ വന്നിട്ട് പാസ്റ്റിലുള്ളതെല്ലാം നമ്മൾ പ്രസന്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പോലും ഇത് സത്യമല്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആ ബോധം വരുമ്പോൾ ഇതെല്ലാം എടുത്ത് ദൂരകളെ. മനസ്സിലായി. അതെ, അല്ലാത്ത പക്ഷം നമ്മൾ പോയി വീഴുന്നത് വലിയ ആപത്തുകളിൽ പോയി വീഴും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും ജന്മങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ബാബാജി പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഒന്നുകിൽ കർമ്മത്തിനെ പൂർത്തിയാക്കി നിങ്ങളുടെ ആത്മീയത്തിൽ വേണം, ഇല്ലെങ്കിൽ കർമ്മത്തിനെ നശിപ്പിച്ചും കൊണ്ട് ആത്മീയത്തിൽ വേണമെന്ന് പറയും. അപ്പൊ കർമ്മം പൂർത്തിയാക്കി ഒരാളുടെ ആത്മീയത്തിൽ വരാൻ ഒരിക്കലും സാധിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് കലിയുഗത്തിൽ ഇരിക്കുന്ന കർമ്മത്തിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഒരു ചങ്ങല പോലെയാണ്, ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. കാരണം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ വേറെ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം ഒരേ ഒരു പോയിന്റ്, കർമ്മനാശം ഉണ്ടാക്കലാണ് ഏറ്റവും നല്ല കാര്യം, വേണ്ടാന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ ധ്യാനത്തിന്റെ അവസാന സ്റ്റേജ് ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ഏത് നാളത്തിൽ ശ്രദ്ധിച്ചാലും ശരി, ഏത് വിധത്തിലുള്ള ധ്യാനം ചെയ്താലും ശരി, അവസാനം നിങ്ങളുടെ എത്തുന്നത് ശൂന്യപദത്തിലായിരിക്കും. ശൂന്യം എന്ന് പറഞ്ഞാൽ ഒന്നും, ഒരു തോട്ട്ലെസ് സ്റ്റേജ്, ഒരു ചിന്തയില്ല, അതൊരു മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ അതേ സമയത്ത് പ്രജ്ഞയായിരിക്കും. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധമായിരിക്കും. ആ ബോധത്തിന് ചിലപ്പോൾ നിങ്ങളുടെ അറിയും, അല്ലെങ്കിൽ അറിയാതെ നിങ്ങളുടെ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വിടും. അപ്പോഴാണ് സമാധിയുടെ തുടക്കം വരുന്നത്. നല്ലോണം മനസ്സിലാക്കിക്കൊള്ളു. സമാധി എങ്ങനെ ഫാം ചെയ്യുന്നു, നിങ്ങളുടെ അറിയാതെ തന്നെ ആ ബ്രീത്ത്ലെസ് സ്റ്റേജ് ഉണ്ടാവും. പിന്നെ തോട്ട്ലെസ്, അതുപോലെ ഈ ചിന്തകളില്ലാതെ ആ തോട്ട്ലെസ് സ്റ്റേജ് ഉണ്ടാകും. ശൂന്യാവസ്ഥ വരും. ആ ശൂന്യാവസ്ഥ അവസാനം എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ആ സമാധിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തി. അതുകൊണ്ട് അതിനാണ് യോഗ നിദ്ര എന്ന് പറയുന്നത്. ആദ്യം യോഗ നിദ്ര വന്നതിന് ശേഷമാണ് നിദ്രയിൽ നിന്നും നമ്മുടെ രക്ഷപ്പെടാൻ പോകുന്നത്. അതാണ് മനോലയനാശം എന്ന് പറയും. മനോലയനാശം നമുക്ക് വന്നതിന് ശേഷമേ നമുക്ക് ബ്രഹ്മത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതിനാണ് നമ്മുടെ ജഡസമാധി എന്നും സാധനയിൽ പറയുന്നത്. ജഡസമാധി നമുക്ക് കുറേ കാലം ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഫ്രീ ആയിട്ട് ബോഡി അറ്റാച്ച്മെന്റ് എല്ലാം കളഞ്ഞു പോകും. തമിഴിലെ மெடிடேஷனை பற்றி தான் பேசிட்டு இருந்தோம். தியானம் புரியுது. இப்ப தியானம் தியானம் எதுக்காக செய்யறோம்னு சொன்னா, குண்டலினி உணர்த்ததுக்கு தான் தியானம் பண்றோம். அதனால பிராணசக்தியை பிரம்மரந்தையில கொண்டு வருவது தான் தியானம். அப்ப அந்த தியானம் நமக்கு எப்படி ஃபார்ம் ஆகும்னு சொன்னா, நம்ம யோகா, நம்ம எழுப்ப வழி யோகா. ஏன்னா பக்தியில கூடயும் இந்த குண்டலினியை உணரும். அதே சமயத்துல ஏதாவது ஒரு ஃபீலிங்ஸ்ல நீங்க இருக்கும்போதும் குண்டலினியை உணரலாம். அதே மாதிரி உங்களுக்கு எந்த டீப்பான தாட்ஸ், அந்த தாட்ஸ்ல இருக்கும்போதும் குண்டலினி உணரலாம். அதனாலதான் ஜபயோகம் ஃபார்ம் பண்ணுது. அது போல ஹடயோகம் எல்லாமே இந்த குண்டலினியை உணர்த்ததுக்கு தான். ஏன்னா தியானம்னு சொல்லி வரும்போது தியானத்துல கூட மட்டும்தான் செல்ஃப் ரியலைசேஷன் அட்டெயின் பண்ண முடியும். அப்போ தியானம் பண்ணும்போது நீங்க என்ன செய்யணும்னா, ஏதாவது ஒரு பாயிண்டை பிடிக்கணும். அதுல ഏറ്റവും இம்பார்ட்டண்டாக இருக்கிறது பாபாஜி சொல்லியிருக்கிற பாயிண்ட் சொல்றது நாதத்தை கேளுன்னு தான் சொல்லியிருக்காரு. சவுண்ட், ஓங்காரம், பிரணவநாதம். பிரணவநாதத்தை கேட்டு கேட்டு நீங்க என்ன செய்யணும், அதிலேயே லயமாயி அப்படியே போகும்போது உங்களுடைய ஃபுல் கான்சியஸ் வந்துட்டு எக்ஸ்பான்ஷன் ஆக தொடங்கும். அந்த ஃபுல் கான்சியஸ், டோட்டல் கான்சியஸ் சொல்லுவாங்க. அப்போ டோட்டல் மைண்டுன்னு சொல்லுவாங்க. அந்த டோட்டல் மைண்டு கம்ப்ளீட்டாக எக்ஸ்பான்ஷன் ஆகி கலையும் போது உங்களுக்கு செல்ஃப் ரியலைசேஷன் தானாகவே உருவாகும். இதுதான் அதனுடைய இப்போ நாங்கள் மலையாளத்தில் சொன்ன விஷயம். நன்றிங்க. தியானத்திலൂടെ പോകുമ്പോൾ ആ ധ്യാനത്തിലൂടെ പോകുമ്പോൾ നമുക്കിപ്പോ ചിന്തകളെല്ലാം ഇല്ലാതായി പോകില്ലേ ടോട്ടൽ? அது தாட்ஸ் எல்லாம் அதுக்கு பாட்டில் போட்டு நீங்க தாட்ஸை பற்றி ஃபீல் பண்ணோட தேவையே கிடையாது. அதான் முருகன் வந்துகிட்டு அருணகிரிக்கு என்ன உபதேசம் கொடுத்தான், சும்மா இருந்து சுகம் பெறு சொல்லற.
அப்ப அந்த சமயத்துல அருணகிரிக்கு குண்டலினி உணரல, ஒண்ணுமே உணரல. அப்ப குண்டலினி உணர்வதற்கு ஒரு என்ன எண்ணம், சும்மா இருக்க சொல்லுது. போதி தர்மர் வந்துட்டு 9 வருஷம் ஒரு குகைக்குள்ள சும்மா இருந்தார். அப்ப நம்ம எல்லாம் எத்தனை வருஷம் சும்மா இருந்தா இந்த குண்டலினி உணர்வுன்னு நீங்களே படிச்சா போதும். 9 വർഷം ചൈനയിലെ ഇതിൽ വന്നിട്ട് ഒരു ഇരിക്കുമ്പോ ഗുഹയ്ക്കുള്ളിൽ നമുക്ക് ചുമ്മാ ഇരുന്നത്. സോഴ്സ് ഇല്ലാതാവുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ടല്ലോ. അതെ വരും. ചിന്തകളൊന്നും ഇല്ലാത്തൊരു സ്റ്റേജ് വരുന്നുണ്ടല്ലോ. ചിന്തകൾ എപ്പോ ഇല്ലാതാവതോ അപ്പം കേവല കുംഭകം താനാകെ വരും. കേവല കുംഭകം ചിന്തയില്ലാത്തത് ഒന്നുതാണ്. അപ്പൊ നമ്മുടെ ചിന്തയാണല്ലോ നമ്മുടെ ഈ ഇതെന്ന് പറയുന്നത്. എന്ത് ചിന്തിക്കുന്നോ അതാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ചിന്തകൾ ഇല്ലാതെ പോയതിനു ശേഷം ധ്യാനത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ സമയത്ത് വരുന്ന ചിന്തകൾ പെട്ടെന്ന് വർക്കൗട്ട് ആവില്ലേ? அது ஒர்க் அவுட் ஆகும். அந்த சிந்தைகளுக்கு வந்துட்டு ஒரு குணம் இருக்கு. அதுல ஒரு குணம் இருக்கு. மற்றெல்லாம் விதை உள்ள கர்மங்கள் சொல்லும். இதெல்லாம் விதை இருக்காது. அவன் தான் ശരിക്കും சிதப்பிரஜனாக இருந்து வேலை செய்யும். அவனுடைய கர்மத்துல எந்த விதையும் இருக்காது. அந்த சிந்தைகள் வந்து எந்த கர்மம் செய்ய போனாலும் அதுக்கு விதை இருக்காது. அப்ப വിത്ത് ഇല്ലാത്ത കർമ്മം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അതിലിപ്പോ നമ്മൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല്, അപ്പൊ നമ്മൾ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ ആകുന്ന ഒരു വിഷയം വരുമ്പോ നമ്മളത് ചിന്തിച്ച് അത് പെട്ടെന്ന് വർക്കൗട്ട് ആവും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഞാൻ ഇത്രയും വർക്കൗട്ട് ആവുന്നത് കാരണം അത് നമുക്ക് വന്നിട്ട് ഏത് കർമ്മം ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പോയി ചെയ്യുന്ന ഏത് കർമ്മം വിജയിക്കുന്നതാണ്. എന്നാൽ ആ വിജയത്തിന്റെ മുകളിൽ നിങ്ങളുടെ അഹങ്കരിക്കുകയാണെങ്കിൽ വീണ്ടും കർമ്മത്തിനുണ്ടാകും. നിങ്ങളുടെ അഹങ്കരിക്കാതെ നിങ്ങളുടെ ആ കർമ്മത്തിന് ചെയ്ത് വിട്ടേക്ക് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ അഹങ്കരിക്കുക, ഞാനാണ് ഇത് ചെയ്തത്, എനിക്ക് ഇതൊക്കെ കിട്ടി എന്ന് നമ്മുടെ അഹങ്കരിക്കുകയാണെങ്കിൽ എല്ലാം പോക്കാണ്. കാരണം വീണ്ടും ആ വിത്ത് വരികയാണ്, വീണ്ടും പുതിയ കർമ്മം ചെയ്യാനുള്ള ഒരു നമ്മുടെ ടെൻഡൻസി ഫാം ചെയ്യാം. മറ്റേതെന്താണ്, കേവലമായിട്ട് വിട്ടേക്കുക. അതാണ് അതിനുള്ളത്. അതുകൊണ്ടാണല്ലോ ഇത് കേവലാനന്ദം എന്ന് പറയുന്നത്. അതായത് ഈ സച്ചിദാനന്ദം എന്ന് പറയുന്നത് ഏതോ ഒരു ഇന്ദ്രിയങ്ങളിൽ കിട്ടുന്ന ഒരു സുഖമല്ല. അത് വന്നിട്ട് ഇപ്പൊ ടോട്ടൽ റെസ്റ്റിനാണ് കേവലാനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ റെസ്റ്റ് നിങ്ങൾക്ക് ഫാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കർമ്മത്തിലേക്ക് വരുമ്പോഴും ആ കർമ്മം ചെയ്യുമ്പോഴും നിങ്ങളുടെ മൈൻഡ് ടോട്ടൽ റെസ്റ്റ് ആയിരുന്നായിരിക്കും. അതുകൊണ്ടാണ് യോഗാന്തപരമസൻ പറയുന്നത് നിർവികൽപ്പ സമാധി ഉറക്കത്തിൽ കൂടി കിട്ടുന്ന സംഭവമല്ല, നിങ്ങളുടെ കർമ്മത്തിൽ കൂടി അന്ന് ആ കോൺഷ്യസ് നമുക്ക് ഫാം ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ നിർവികൽപ്പ സമാധി ഏത് കർമ്മം ചെയ്താലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവിടെയാണ് എൻ്റെ ഗുണം. മറ്റേ സവികൽപ്പ സമാധി അതാകുമ്പോൾ അതിന്റെ ആസ്ട്രൽ സമാധീസ് എന്ന് പറയും. അപ്പൊ ആ സവികൽപ്പ സമാധികൾ 7-8 തലങ്ങളുണ്ട്. ആ 7-8 തലങ്ങൾ നമ്മൾ ഇരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിർവികൽപ്പ സമാധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇരുന്നും കൊണ്ടുള്ള കർമ്മമല്ല, അതേസമയം നിങ്ങളുടെ ഉണർന്നിരിക്കും, നിങ്ങളുടെ എല്ലാ കർമ്മം ചെയ്യും. എന്നാൽ ആ കർമ്മത്തിന് വിത്ത് കാണില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. നമ്മളിപ്പോ ഈ ലൗകിക ജീവിതത്തിലേ വരുമ്പോഴേ നമ്മുടെ വിഷയം ഇതാണല്ലോ, ജയിക്കുക എന്നുള്ളതാണല്ലോ. ഇത് വരുമ്പോ ഇത് വരുന്നേ സന്യാസത്തിലല്ല. ഒരു കാര്യമുണ്ട്, അല്ല നിങ്ങളുടെ ഈഗോയെ നിങ്ങളുടെ ഓവറാ പ്രൊജക്ട് ചെയ്യാതെ ഇരിക്കുക. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷം. ഈഗോയെ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുഴപ്പം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് നിങ്ങളുടെ നിങ്ങളുടെ കർമ്മ അത്രയും വിജയിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ അവിടെ ഈഗോയെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കർമ്മിയായിട്ട് മാറുകയാണ്. അപ്പൊ എந்த കാലത്തിലും ഈഗോയെ പ്രൊജക്ട് பண்ணக்கூடாது. ഞാൻ ചെയ്തേനുള്ള ഈഗോ കർമ്മത്തിൽ വിജയിച്ചു പോകാം, ഈഗോയിലേക്ക് പോകാം. കാരണം ആ കർമ്മം വിജയിച്ച കർമ്മത്തിന് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് ഇത് എങ്ങനെ വിജയിച്ചു എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവും. അവിടെ നമ്മുടെ എന്താണ് ഭക്തന്മാരെന്ത് ചെയ്യും, കൃപ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അവർ ഏത് കർമ്മം ജയിക്കുമ്പോഴും ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോകും. ഇവിടെ ഭക്തനും യോഗിക്കുള്ള വ്യത്യാസം എന്താണ്, എന്റെ തപസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നുള്ള വേർഡ്സ് ഇവിടെ ഉപയോഗിക്കും യോഗി. എന്നാൽ ഭക്തൻ അങ്ങനെയല്ല, നേരെ തിരിച്ചു. അതുകൊണ്ടാണ് ഭക്തിയും കൂടെ വേണമെന്ന് പറയാൻ കാരണം.
ആൾറെഡി നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ തന്നെ ചെയ്തത്. അതിൽ നിങ്ങളിൽ നിന്ന് ഒരു മാറ്റമൊന്നുമില്ല. അവിടെ വന്നിട്ട് ഈശ്വരന് ഒരു ജോലിയേ ഇല്ല അവിടെ. അതേസമയം ഭക്തൻ എന്ത് ചെയ്യണം? സലണ്ടർ ചെയ്യണം. കാരണം അവിടെ ഈശ്വരനിലേക്ക് സമർപ്പിച്ച എല്ലാ ഈശ്വരൻ ചെയ്യുന്നു പറയും. എന്നാൽ യോഗി എന്താണ്? നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് യോഗിയിൽ വേറെ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ ഈഗോ പ്രൊജക്റ്റ് ചെയ്യും. യോഗിയാണ് അത് വരാതെ നോക്കണം. വരാതെ നോക്കണം. അതിന് നമ്മൾ ഇവിടെ എന്താണ്? ഭക്തിയും കൂടെ അതിനകത്ത് കയറ്റണം. ഇപ്പൊ ബാബാജിയുടെ ക്രിയായോഗയിൽ ബാബാജിയുടെ അതെ പറ. ഇപ്പൊ അങ്ങനെ ഈഗോ ഇപ്പൊ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ. അതെ. അപ്പൊ ഈഗോ കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് കുഴപ്പം എന്താ? ഈഗോയെ കൂട്ടിച്ചേർത്താൽ ഒരു കാരണം ആ കർമ്മത്തിൽ വരുന്ന നെഗറ്റീവ് പവേഴ്സ് അത്രയും നിന്നിലേക്ക് കയറും. അപ്പം നീ ഇതിനു വേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അതിനെ തിരിച്ച് വീണ്ടും പോസിറ്റീവ് ആക്കണമെങ്കിൽ നീ ജന്മം എടുക്കേണ്ടി വരും. ഉത്തരവാദിത്തം നമ്മളെ തലയിൽ വരൂലേ? പിന്നെ തീർച്ചയായിട്ടും വരും. അപ്പം ഇത് ഞാൻ ചെയ്തു എന്ന് വരുമ്പോഴാണല്ലോ ഈ കുഴപ്പത്തിൽ വരുന്നത്. ഈശ്വരൻ ചെയ്തു എന്നുള്ള ഒരു സറണ്ടറിങ്ങിൽ വരുന്ന സമയത്ത് ഇതൊന്നും വരില്ല. കാരണം എല്ലാം അങ്ങനെയായിട്ടുള്ളൂ. ടോട്ടൽ സറണ്ടർ, അത്രയേ ഉള്ളൂ. സറണ്ടർ. അതാണ് ശരണാഗതി. ശരണാഗതി എന്ന് പറഞ്ഞാൽ അതിനെയാണ്. നമ്മുടെ ഏതെങ്കിലും ഒന്നിനും സറണ്ടർ ചെയ്തേക്ക്, അത്രയേ ഉള്ളൂ. നമസ്കാരം. വണക്കം. ഗുരുജി, അപ്പൊ ഈ ആൾക്കാര് പറയുന്ന ഞാൻ പാടുപെട്ട് അധ്വാനിച്ച് ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നു, അതൊരു തരത്തിലുള്ള ഈഗോ അല്ലേ? അതെ, പാടുപെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി എന്ന് വരുമ്പോ ആ ഈഗോയിൽ വേറെ ഒരു സംഭവം അതിനകത്തുണ്ട്. നീ പാടുപെടുന്ന സമയത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് പവർ, നെഗറ്റീവിന്റെ പാപകർമ്മങ്ങൾ എന്നെ പേര്. അപ്പോഴും അതും നീ തന്നെ ഉണ്ടാക്കി വെച്ചത്, അതും നിന്റെ പോക്കറ്റിൽ കിടക്കും. അതെ അതെ, അത് വലിയൊരു ഈഗോ അല്ലേ ഗുരുജി? വലിയൊരു ഈഗോ ആണ്. ഇവിടെ ഈ കർമ്മത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത് ഭക്തനും യോഗിക്കുമുള്ള വ്യത്യാസമാണ്. ഭക്തൻ ശരണാഗതിയാണ്. അപ്പൊ അവനെ വന്നിട്ട് ആ ഈഗോ പ്രൊജക്ട് ചെയ്യില്ല. കാരണം എല്ലാം ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു, അല്ലെങ്കിൽ ഈശ്വരൻ ചെയ്തു എന്നുള്ള ഫീലിംഗ് നമുക്കുള്ളൂ. യോഗിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് വരും, അത്രയേ ഉള്ളൂ. മറ്റേതെല്ലാം കൂടെ ഈശ്വരന്റെ തലയെ കൊണ്ട് വെച്ചോളൂ. ആ ഈശ്വരനെ തല അങ്ങനെ തന്നെ വെക്കാൻ നോക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ എസ്കേപ്പ് ആണെങ്കിൽ ഈശ്വരനെ തലയിൽ കൊണ്ടുവയ്ക്കാം. അതെ അതെ, അത് കുറച്ചുകൂടെ സുഖം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലാഭം അത്രയും എനിക്കും നഷ്ടം അത്രയും ഈശ്വരനും ആക്കരുത്. അത് മനസ്സിലായല്ലോ ഗുരുജി. അപ്പൊ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടിയെന്ന് വെച്ചോളൂ, അതത്ര എന്റേതാണെന്നത് ഫീലിംഗ് ഉണ്ടാക്കരുത്. ആ ലാഭത്തിനെയും ഈശ്വരനിലേക്ക് കൊടുക്കണം. ഇവിടെ ബ്രെയിൻ എക്സ്പാൻഷൻ ആണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ബ്രെയിൻ എക്സ്പാൻഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സഹസ്രാര പത്മത്തിലേക്ക് ഈ കുണ്ടലിനി ഉണർന്ന് വന്നേക്കണം. എന്നാൽ മാത്രമേ ബ്രെയിൻ എക്സ്പാൻഷൻ ആകൂ. അതിന് ഒരേ ഒരു വഴി നമ്മുടെ ഈ വെറുതെ ഇരിക്കുക, നമ്മൾ ആ നാദത്തിനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ താഴ്ന്ന സ്റ്റേജിൽ പോകാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടലി കോൺസെൻട്രേഷൻ നാദത്തിൽ കൊടുക്കണം. ഓങ്കാര ധ്യാനം, അതിനാണ് യോഗ എന്ന് പറയുന്നത്. ഓങ്കാര ധ്യാനം കൊടുത്തിട്ടുള്ളത്. അത് യോഗാന്തം കൊടുത്തതല്ല, ബാബാജി നമ്മുടെ ക്രിയായോഗയിൽ വരുന്ന സംഭവം. ക്രിയായോഗം മാത്രമല്ല, വാശിയോഗം എടുത്താലും ശരി, ഹഠയോഗങ്ങൾ എടുത്താലും ശരി, മറ്റുള്ള എനി യോഗ പ്രാക്ടീസ് ചെയ്താലും ദി എൻഡ് എന്ന് പറയുന്നത് സൗണ്ട് ആൻഡ് ലൈറ്റ്. ഈ എൻഡിലേക്ക് നമ്മൾ വന്നേക്കാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബ്രെയിൻ എക്സ്പാൻഷൻ ആകും, കർമ്മങ്ങളെല്ലാം നശിക്കും. കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞ സാധനം കീഴരിക്കില്ല ബ്രഹ്മലന്തയിൽ വന്നേക്കും. നമ്മൾ പൂർണ്ണ ബോധോദയം ഉണ്ടാകും. ബാക്കി നമ്മുടെ ഇവിടെ കാണുന്ന യോഗകൾ അത്രയും റോങ് വേയിലാണ് കുണ്ടലിനിയെ ഉണർത്തുന്നത്. അത് നമുക്ക് ദോഷം ചെയ്യും. കാരണം ഇന്നലെ ഒരു ലേഡി ഇവിടെ വന്നു, അവർക്ക് ഇതേപോലെ തന്നെ ഏതോ ഒരു സ്വാമി അവനൊരു ക്രിയ പറഞ്ഞു കൊടുത്ത്, ക്രിയ നമ്മുടെ ക്രിയായോഗയല്ല, കടയോഗം. അവസാനം ഇപ്പം മെന്റലായി കിടക്കുകയാണ്. ഈ കടയോഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തോന്നുന്ന രീതിയിലുള്ള പ്രാണായാമമൊക്കെ ചെയ്തു, അതെല്ലാം ഞാൻ എല്ലായിടത്തും ദൂരെ കളർന്നു. അപ്പൊ നമ്മളെ ഇങ്ങനെയുള്ള വഴികളെല്ലാം പോയി നമ്മളെ ജന്മങ്ങളെ പാഴാക്കും. അതായത് കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ കേവല കുംഭകം താനേ ഉണ്ടാകും, ധ്യാനം പൂർണ്ണമാകും. അതിന് സംശയമേ വേണ്ട.
അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെ ധ്യാനയോഗത്തിൽ, സാങ്കേയോഗത്തിൽ ധ്യാനയോഗം പ്രത്യേകം പറയുന്നു. ഭൂമത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നീ നിന്നെ തന്നെ ജപിക്കുക. അവിടെ എന്നെ എന്നുള്ള മീനിങ് നിന്നെ എന്നുള്ളതാണ്. ഞാൻ അപ്പൊ എന്നെ തന്നെ നമ്മൾ ധ്യാനിക്കുക, എൻ്റെ റിയാലിറ്റിയെ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞത് സംഭവം ഈ ഒരു സംഭവത്തിനാണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വേണം സാധനയിലേക്ക് വരാൻ. കുണ്ടലിനി എന്ന് പറഞ്ഞത് അത് നേരായ വഴിയിൽ പോയാണെങ്കിൽ അത് ലോകത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും തന്നു, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ദോഷവശത്തിൽ പോകുമ്പോഴാണ് ഇവിടെ എന്തുവാ ഉണ്ടാകുന്നത്, ദുഃഖം ഉണ്ടാകുന്നത്, അടിപിടി വരുന്നത്, പിന്നെ മരണം ഉണ്ടാകുന്നത്, അപമൃത്യു യോഗം വരുന്നത്. ഇതെല്ലാം കുണ്ടലിനി റോങ് വേയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. ഓവർ ആ സെക്സ് ഫീലിംഗ് ഉണ്ടാകുന്നത്, ഡിപ്രഷൻ ഉണ്ടാകുന്നത്, ശരിക്കും ഊളംപാറയിൽ പോകുന്നത് അറിയാം. അതുകൊണ്ട് വളരെ ഇവിടെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ടോട്ടൽ സറണ്ടർ. ഭഗവാനെ അങ്ങനെ ഭാഗത്ത് ഞാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഭാഗത്ത് ഞാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു, എന്നെ നീ നേരായ വഴിയിൽ കയറ്റി കൊണ്ടുപോകും എന്ന് ഒരു ആ ഈഗോലെസ് മൈൻഡിനെ ഫാം ചെയ്തിട്ട് ഹൈ ലെവൽ സാധന. നല്ലവണ്ണം രീതിയിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മന്ത്രജപങ്ങളെ കൊണ്ടോ ഒന്നുമല്ല. ആ മന്ത്രജപവും ചെയ്യാം. മന്ത്രജപത്തിന്റെ എന്ത് ആ ശൂന്യാവസ്ഥയാണ്. കാരണം മനോലയം ഉണ്ടായി, പിന്നെ മനോലയ നാശത്തിലേക്ക് പോയി സമാധിയിലേക്ക്. അതേപോലെ ക്രിയായോഗയിൽ വരുമ്പോഴും നാദം കേൾക്കുന്നു. നാദത്തിൽ പോകുമ്പം നാദവും മനസ്സും കൂടെ ലയമാകും, നാദലയം എന്ന് പറയാം. നാദലയത്തിൽ കൂടി ഈ മനോലയം പോലെ തന്നെ നാദലയം, നാദലയത്തിൽ കൂടി ആ ബ്രഹ്മത്തിലേക്ക് പിന്നെ ചേരും, മനോലയ നാശത്തിലേക്ക് പോകും. ഇതെല്ലാം നാച്ചുറലാണ് നടക്കും. അതുകൊണ്ട് ധ്യാനത്തിൽ പിന്നെ സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം. ഭക്തി മാർഗത്തിൽ വരുമ്പോൾ സഗുണ ധ്യാനത്തിലേക്ക് വന്ന് നിർഗുണത്തിലേക്ക് പോകും. നാച്ചുറലാണ് നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ രാമകൃഷ്ണ പരമഹംസൻ എന്ത് ചെയ്ത് കാളിയെ ഉപാസന. കാളിയെ ഉപാസിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ഹൃദയത്തിൽ കാളിയുടെ ഫാമിനെ കൊണ്ടുവന്ന്, അപ്പം കാളിയുടെ അത് പാദം മുതൽ ശിരസ് വരയ്ക്കും, ശിരസിൽ നിന്ന് പാദം വരയ്ക്കും കോൺസെൻട്രേഷൻ കൊടുത്ത് മനസ്സിലുള്ള കോൺസെൻട്രേഷനാണ്, മാനസ പൂജയാണ്. എന്നിട്ട് ധ്യാനം, എപ്പോഴും അവരെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ധ്യാനം. അത് സഗുണ ധ്യാനം. അത് വെളിയിലും ചെയ്യാം. വെളിയിൽ എങ്ങനെ ചെയ്യാം? നിങ്ങളുടെ ഒരു വിഗ്രഹത്തിനെ ഫാം ചെയ്തിട്ട് ആ വിഗ്രഹത്തിനെ തന്നെ നോക്കി ആ വിഗ്രഹം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ഭാവന ചെയ്ത് എപ്പോഴും ആ വിഗ്രഹവുമായിട്ട് നമ്മുടെ താതാത്മ്യം പ്രാപിക്കണം. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ കുറൂരമ്മ, നമ്മുടെ മലയാളികൾക്ക് കുറൂരമ്മ. തമിഴ്നാട്ടിൽ നിറയെ സിത്തറുകളും ജ്ഞാനികളും ഉണ്ടായിരുന്നു. അവർ ആ വിഗ്രഹത്തിൽ നോക്കി, അതിലൊരു ഉദാഹരണം മീര എടുക്കാം. മീര അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ആ കൃഷ്ണനെ എപ്പോഴും നോക്കിയിട്ട്, കൃഷ്ണ നിന്നെ ഞാൻ എന്ന് കല്യാണം കഴിക്കും, നീ എന്ന് എൻ്റെ അടുത്ത് വരും, നമുക്ക് രണ്ടുപേർക്കും എങ്ങനെ നടക്കാം, എങ്ങനെ ആനന്ദിക്കാം, കൃഷ്ണ 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 എന്ന് സദാ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരുടെ കണ്ണിൽ എപ്പോഴും എന്താണ്? എവിടെ നോക്കിയാലും കൃഷ്ണനാണ്. അതിന്റെ മീനിങ് ഇതാണ്. അത് ഫാമാണ്. ഫാമിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും കൃഷ്ണാർപ്പണം. അവസാനം ഇതിന്റെ എൻഡ് എന്താണ്? അതാണ് വേറൊരു രസം. ആ എൻഡ് എന്താണ്? ആ കൃഷ്ണൻ ഒരു ദിവസം പ്രത്യക്ഷമാവും. ആ കൃഷ്ണൻ തന്നെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് ഐക്യമാവും. അയച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫാംലെസ് ആയി. അത് കറക്റ്റായി പ്രാക്ടീസ് ചെയ്യാം. ഈസിയായ സംഭവമാണത്. അപ്പം അത് സഗുണ ധ്യാനം. നിർഗുണ ധ്യാനത്തിൽ വരുമ്പോഴെന്താണ്? നിങ്ങൾ വേറെ ഒന്നും പോണ്ട, സൗണ്ടിനെ കേൾക്കുക, ഭൂമധ്യത്തിൽ നോക്കിക്കൊണ്ട് നാദം കേട്ട് ലയിക്കുക. നിർഗുണ ധ്യാനം.